പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രമേഹ രോഗികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അതായത് പ്രമേഹ രോഗികൾക്ക് ഇന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രമേഹ മരുന്നുകളേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ കിഡ്നിയെ സംരക്ഷിക്കുന്ന പുതിയ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അതിൻ്റെ ചർച്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഈ പ്രമേഹ മരുന്നുകളെ പറ്റി ഒരു തെറ്റിദ്ധാരണ മിക്കവർക്കും ഉണ്ട്. എൻ്റെ അടുത്ത് വരുന്ന പല പ്രമേഹ രോഗികളും ചോദിക്കുന്നത്, ഡോക്ടറെ, ഈ പ്രമേഹ മരുന്നുകൾ ഇങ്ങനെ ദീർഘനാളായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് കിഡ്നിക്ക് ദോഷം ചെയ്യുമോ, വൃക്ക രോഗങ്ങൾ ഉണ്ടാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും പ്രമേഹ മരുന്നുകൾ ഉപയോഗിക്കാൻ മടിക്കുന്നു. ചിലരാകട്ടെ പ്രമേഹ മരുന്നുകൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? ശരിക്കും പ്രമേഹ മരുന്നുകൾ നമുക്ക് കിഡ്നി രോഗം ഉണ്ടാക്കുന്നുണ്ടോ? അവ കിഡ്നി രോഗം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആരാണ് ഇതിൻ്റെ പുറകിലുള്ള വില്ലൻ എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളല്ല വില്ലൻ. പിന്നെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് പ്രമേഹം എന്ന രോഗാവസ്ഥയാണ്. ഈ പ്രമേഹം നമ്മുടെ രക്തക്കൊഴലുകളെയാണ് ബാധിക്കുന്നത്. അത് ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രക്തക്കൊഴലുകളുടെയും വ്യാസം കുറഞ്ഞു പോകും. അപ്പോൾ അതിൽ കൂടി ഓടുന്ന രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. അപ്പോൾ അതിലെ കോശങ്ങൾക്ക് കിട്ടുന്ന ഓക്സിജൻ്റെയും പോഷകങ്ങളുടെയും അളവ് കുറയുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് കിഡ്നിയിലേക്കുള്ള രക്തഓട്ടം കുറയുമ്പോൾ കിഡ്നിയിലെ കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ വരുന്നു. അവയുടെ ആരോഗ്യം ക്രമേണ ക്ഷയിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നു. അപ്പോൾ രക്തത്തിലെ വിഷവസ്തുക്കളെ ശരിക്കും പുറന്തള്ളുവാൻ കഴിയാതെ വരുന്നു. ആ സന്ദർഭത്തിലാണ് ചെറിയ പ്രോട്ടീൻ മൂത്രത്തിൽ കൂടി പുറത്തേക്ക് വരുന്നത്. അതിനെ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നു. ഈ മൈക്രോ ആൽബുമിൻ്റെ അളവ് കണ്ടെത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് കിഡ്നി രോഗം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം തന്നെ കണ്ടെത്താൻ പറ്റും. സാധാരണഗതിയിൽ നമുക്ക് വൃക്കരോഗമുണ്ടോ എന്ന് കണ്ടെത്തുന്നത് രക്തത്തിലെ ക്രിയാറ്റിൻ പരിശോധിക്കുമ്പോഴാണ്. പക്ഷേ അത് 1.4 കൂടുമ്പോഴാണ് നമുക്ക് കിഡ്നി രോഗം ബാധിച്ചിട്ടുണ്ട് എന്നറിയുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ, അതിന് വളരെ നാളുകൾ മുമ്പ് തന്നെ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ്റെ അളവ് കൂടുന്നു. അപ്പോൾ മൈക്രോ ആൽബുമിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് കിഡ്നി രോഗം തുടങ്ങിയോ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതോടൊപ്പം തന്നെ നമുക്ക് രക്തത്തിലെ ക്രിയാറ്റിൻ എന്ന വിഷവസ്തുവിൻ്റെ അളവും കൂടുന്നു. അപ്പോൾ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ കൂടുന്നു, രക്തത്തിൽ ക്രിയാറ്റിനും കൂടുന്നു. അപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് കിഡ്നി രോഗം അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടായി എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നല്ല അവിടെ വില്ലൻ. യഥാർത്ഥത്തിൽ ശരിക്കുള്ള വില്ലൻ എന്ന് പറയുന്നത് ആ പ്രമേഹ രോഗം തന്നെയാണ്. അതായത് പ്രമേഹ രോഗത്തെ നമ്മൾ നല്ലപോലെ നിയന്ത്രിച്ച് നിർത്തുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് അത് നിയന്ത്രണ വിധേയമല്ലെങ്കിൽ നമ്മുടെ ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുന്നത്. ഇന്ന് മിക്കവരുടെയും വൃക്കകൾക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രമേഹമുള്ള ധാരാളം ആൾക്കാർക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് ഉണ്ട്. അങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം നമ്മൾ പ്രമേഹത്തെ ശരിക്കും നിയന്ത്രിച്ച് നിർത്താത്തതാണ്. അപ്പോൾ പ്രമേഹ രോഗ നിയന്ത്രണത്തിനുള്ള മരുന്നുകളാണ് ആവശ്യമെങ്കിൽ, ഓറലായിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ ഇൻസുലിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ കൃത്യമായിട്ട് ഇൻസുലിൻ നമ്മൾ കുത്തിവെക്കണം. അതോടൊപ്പം തന്നെ ഡയറ്റിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ വ്യായാമം ചെയ്യണം. ഇങ്ങനെ പല കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് പ്രമേഹത്തെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തി നമ്മുടെ ഒരു സഹോദരനെ പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഈ കിഡ്നി ഡിസീസ് വരികയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. അതായത് ഇന്ന് പുതിയ ചില പ്രമേഹ രോഗ മരുന്നുകൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. പുതിയ മരുന്നുകളാണ്. ആ മരുന്നുകൾ നമുക്ക് കിഡ്നി രോഗം ഉണ്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, കിഡ്നിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് കൂടിയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിൽ അടുത്ത കാലത്തുണ്ടായ മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് ഡോക്ടർമാർ ഇതിനെ പരിഗണിക്കുന്നത്. പുതിയ മരുന്നുകളുണ്ട്. അതായത് ഡാപ്പാഗ്ലിഫ്ലോക്സാസിൻ എന്ന ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ നമ്മുടെ രക്തത്തിലെ കൂടുതലായിട്ടുള്ള പഞ്ചസാരയെ മൂത്രത്തിൽ കൂടി പുറന്തള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വൃക്കകളിലെ ഫിൽറ്ററിംഗ് മെക്കാനിസം ഉള്ള സ്ഥലത്തെ ഉയർന്ന സമ്മർദ്ദം കുറയ്ക്കുക വഴി നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നു.
അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് വളരെ അനുഗ്രഹമായിട്ടുള്ള, വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ ഫലപ്രദമായിട്ടുള്ള മരുന്നാണത്. രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു, അതോടൊപ്പം തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒന്നായിട്ടാണ് ആ മരുന്നിനെ ഡോക്ടർമാർ കാണുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണ്. അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.